ഘട്ടത്തിൽ നമുക്കൊപ്പം നിർമ്മൽ അബ്രഹാം കൂടി ചേരുകയാണ്. ശ്രീ നിർമ്മൽ അബ്രഹാം, ഗസയിലെ 2023 ഒക്ടോബർ 7 ശേഷം തുടങ്ങിയ യുദ്ധത്തിൽ 2 വെടിനിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് 2023 തന്നെ ഉണ്ടായതാണ്, മറ്റൊന്ന് 2025 ജനുവരിയിൽ. ഈ 2 വെടിനിർത്തലും അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കും മുൻപ് ഇസ്രയേൽ അട്ടിമറിക്കുന്നതാണ് ലോകം കണ്ടത്. ഇതിപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കിയതാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടായതാണ്. അങ്ങനെ ഒരു നിർബന്ധിതമായ വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്നതാണ് ഇസ്രയേലിന്. അവിടെ അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കും മുൻപ് തന്നെ പോർമുഖം തുറക്കുകയാണോ നെതന്യാഹു? അല്ല, ഇതിലെ 2ാം ഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്കൊന്ന് നമ്മളും ഇതിനു മുന്നേ ഡിസ്കഷൻ ഇരുന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഫേസ് 1 താൽക്കാലികമായിട്ടൊരു ആശ്വാസമായിട്ട് കണ്ടാൽ മതി, ഫേസ് 2 കയറാൻ ഹമാസും മടിക്കും ഇസ്രായേലും മടിക്കും. അതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അത് ഇസ്രായേൽ മാത്രം അട്ടിമറിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹമാസിന് കുറെ തടസ്സങ്ങളുണ്ട്, ഇസ്രായേലിനും തടസ്സങ്ങളുണ്ട്. ഫേസ് 1 എന്തുകൊണ്ട് നടത്താൻ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൂട്ടർക്കും ഗുണമുള്ളതുകൊണ്ട് മാത്രം നടന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു യുദ്ധവും തുടങ്ങാത്തൊരു പ്രസിഡന്റ്, ഈ യുദ്ധം ആദ്യ ദിവസം തന്നെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞ പ്രസിഡന്റ്, അദ്ദേഹത്തിനൊരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ എഫർട്ട് ഒരുപാട് ഇട്ടു എന്ന് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഗെയിനൂടെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊടുത്ത വാക്കാണ് അത് പാലിക്കുക എന്നുള്ളൊരു രീതിക്ക് വേണേൽ കാണാം. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 20 ഹോസ്റ്റേജസ്, ബാക്കി വന്ന ഹോസ്റ്റേജസിനെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കുക, 2 വർഷമായിട്ട് തിരികെ എത്തിക്കാതിരുന്നത് വലിയൊരു നാണക്കേടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ ഒരു ആശ്വാസം ആയതുകൊണ്ട് മാത്രമാണ് ഫേസ് 1 നടന്നത്. ഫേസ് 2 പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഹമാസ് ഓപ്പൺലി പറയുന്നു അവര് ഡിസാർമമെന്റ്, നിരായുധീകരണത്തിന് തയ്യാറല്ല എന്ന് പറയുന്നു. ഇനി ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇന്ററിം ഫേസിൽ താങ്കൾ തന്നെ അല്ലെങ്കിൽ ഹമാസ് തന്നെ അത് നോക്കിക്കോളാം എന്നുള്ള പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ ഇതിങ്ങനെ സ്റ്റോൾ ചെയ്തുകൊണ്ടോ തടസ്സപ്പെടുത്തിക്കൊണ്ടോ താമസിപ്പിച്ചുകൊണ്ടോ പോകുന്ന ഒരു രീതിയാണ് 2 കൂട്ടരും സ്വീകരിക്കുന്നത്. അതിന്റെ അകത്ത് എനിക്ക് ഡൊണാൾഡ് ട്രംപിനെ മാത്രം നിർമ്മൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ ഊന്നി പറഞ്ഞത് എന്ന് വെച്ചാൽ 2023 തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ മരിച്ചത് 68,203 പേരാണ്. അവിടെ ഇനിയും ഈ അവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഈ സാധാരണ മനുഷ്യർ ഇങ്ങനെ കൊന്നു തള്ളുന്നതിന് കണ്ട് മനസ്സ് മടുത്തിട്ടാണല്ലോ അടിയന്തര വെടിനിർത്തൽ എന്നൊരു ആവശ്യം ഉയരുന്നത്. ഇന്നും പല യൂറോപ്യൻ രാഷ്ട്രങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾ പലസ്തീന് വേണ്ടി നടന്നു. അപ്പോൾ അവിടെ കൊന്നു വീഴുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് ആ വെടിനിർത്തൽ എന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്. അവിടെ ആ വെടിനിർത്തൽ കരാറിൽ നിൽക്കുമ്പോൾ പോലും അവിടെ മരിച്ചു വീഴുന്നത് സാധാരണ മനുഷ്യരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യഘട്ടത്തിൽ നിർമ്മൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു 11 അംഗ കുടുംബത്തെ ഒന്നാകെ കൊന്നുകളയുകയാണ്. അവർ വിശ്വസിച്ച് വന്നത് ഈ വെടിനിർത്തൽ വിശ്വസിച്ചാണ്. അവിടുത്തെ നിരവധിയായ ആക്രമണങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറിപ്പോയ മനുഷ്യരാണ് തിരിച്ചു വരുമ്പോൾ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് എത്രമാത്രം ക്രൂരമാണ് അങ്ങനെ അവരെ വിശ്വസിച്ച് വന്നവരെ കൊല്ലുന്നത്. അപ്പോൾ അവിടെ സാധാരണ മനുഷ്യർ വീണ്ടും വീണ്ടും കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദികൾ ഇസ്രായേൽ മാത്രമാണല്ലോ. ഇല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഇസ്രായേൽ ഉത്തരവാദികളല്ല എന്നല്ല പറഞ്ഞത്. ഇസ്രായേലിനെ മാത്രം ഉത്തരവാദികളാക്കുന്നത് ശരിയായിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. തീർച്ചയായിട്ടും ആളുകൾ മരിക്കുന്നതിലോ അവരെ കൊല്ലുന്നതിലോ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ 67,000 പേര് മരിച്ചതിന് ഇതിന് മുമ്പത്തെ പല ചർച്ചകളിലും ഇസ്രായേലിന് പ്രതികൂലമായി സംസാരിച്ചതിന്റെ പേരിൽ ഒരുപാട് കമന്റ് സെക്ഷനിലൊക്കെ താങ്കൾക്ക് തന്നെ എടുത്ത് നോക്കാം. അപ്പൊ അതുപോലെ നേരിട്ടൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അപ്പം അതിനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, ലോങ് ടേമിൽ പീസ് വേണമെന്നുണ്ടെങ്കിൽ 2 കൂട്ടരും ഇതിൻ്റെ അകത്ത് സഹകരിക്കേണ്ടേ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. അത് അതിന്റെ പ്രാക്ടിക്കൽ റിയാലിറ്റി. അതിനകത്ത് ഇസ്രായേൽ സഹകരിക്കേണ്ടത് തീർച്ചയായിട്ടും സീസ് ഫയർ ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഹമാസ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഇപ്പൊ ഇന്ന് 19-ാം തീയതി ഇന്നലെ ഹമാസ് ആക്രമിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നു. അതിനു മുന്നേ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് ഹമാസ് പറയുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എങ്ങനെയാണ്? അതായത് ഏറെക്കുറെ ഈ ഇത്രയും ആക്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഹമാസിന്റെ ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. മാത്രമല്ല, ഇതിന് മുമ്പ് നോക്കിയാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും മറക്കരുതാത്തൊരു കാര്യം, ഇസ്രായേൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹമാസ് എന്ന് പറയുന്ന ഒരു രാജ്യമല്ല. അവര് ഗാസയിലുള്ള ആളുകളുടെ ദുരിതത്തിന് ഒരു ആശ്വാസമാകാൻ പോകുന്ന ഒരു പവിത്രമായ ഏജൻസി അല്ല. അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഇഷ്യൂ എന്താ ഉള്ളത്? ഇതിന് മുമ്പത്തെ സീസ് ഫയറിൽ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഇഷ്യൂ. നിർമ്മൽ, ആ ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായാണ് ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ അട്ടിമറിക്കുക, ഈ നിരായുധീകരണത്തിൽ പോകാതിരിക്കുക എന്നതൊക്കെ ഹമാസിന്റെ കൂടി ആഗ്രഹങ്ങളാണ്. അവിടെ ഈ സായുധരായ പോരാളികളെ
ഹമാസ് ഈ യുദ്ധത്തിന് ശേഷം ഉടലെടുത്ത സംഘടനകളെയൊക്കെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പരസ്യമായി തന്നെ അത്തരം കൃത്യങ്ങൾ നടക്കുന്നതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നതാണ്. അപ്പോൾ ഹമാസ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതിന് സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഇസ്രയേലിന്റെ ഈ വെടിനിർത്തൽ കാലഘട്ടത്തിലെ സമീപനം അത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ എന്നതാണ്. അതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. ഇല്ല, കഴിയില്ല. ഞാൻ കഴിയുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അത് പൂർണ്ണമായിട്ടും അതിനെ ഒരു രീതിയിലും 1% പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ചെയ്ത് വലിയ തെറ്റാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ സീസ് ഫയർ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുക. അതായത് നമ്മളുടെ സംസാരം ഒന്ന് ഇസ്രായേൽ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇസ്രായേൽ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഈ സീസ് ഫയർ ലോങ് ടേമിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആര് സഹകരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ പറയുന്നത്. രണ്ടു കൂട്ടരും സഹകരിക്കണം. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഹമാസ് ഇപ്പൊ ചെയ്യുന്നത്. ഹമാസ് ചെയ്യുന്ന ഒരു തരം പോസ്റ്ററിംഗ് അല്ലേ. തിരിച്ചു വന്നിട്ട് അവിടെയുള്ള മറ്റ് ചെറുതും വലുതുമായിട്ടുള്ള ക്ലാൻസിനെയും ഓർഗനൈസേഷൻസിനെയും അവരെ ചതിച്ചു എന്ന് കരുതിയൊക്കെ വെടിവെച്ച് ഇല്ലാതാക്കുക, അവിടെ വീണ്ടും പവർ കാണിക്കുക, വീണ്ടും ഒരു പോസ്റ്റർ സൃഷ്ടിക്കുകയാണ്. അതായത് ഞങ്ങൾ തന്നെയാണ് ഇവിടെ നോക്കുന്നത്, ഇസ്രായേൽ മാറി ഇനി വീണ്ടും ഞങ്ങൾ എന്നുള്ള പോസ്റ്ററിംഗ് കാണിക്കുന്ന ഒരു സംഘടന നിരായുധീകരണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ മാറി നിൽക്കുമെന്ന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ എത്രത്തോളം ഇതിന്റെ അകത്ത് ലാപ്സ് വരുത്തുന്നു അത്ര തന്നെ ലാപ്സ് ഹമാസും വരുത്തുന്നുണ്ട്. കാരണം 100% അവർക്ക് ഇസ്രായേലിന് ഗാസയിലെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിലെ ജനങ്ങളുള്ള കമ്മിറ്റ്മെന്റ് എത്രത്തോളം ആണെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. കാരണം അവർക്ക് ലോങ് ലാസ്റ്റിംഗ് പീസാണ് ആവശ്യമെങ്കിൽ ഫേസ് 2 കടക്കണം. ഫേസ് 2 കടന്നാലാണ് ഇസ്രായേൽ പാർഷ്യലെങ്കിലും പിന്മാറുക, ഈ പറയുന്ന റീബിൽഡിംഗ് ഉണ്ടാവുക, അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ പറ്റുക. അങ്ങനെ ആ ഫേസ് 2 കടന്നതിന് ശേഷം ഇസ്രായേൽ ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകം മുഴുവൻ അമേരിക്ക ഉൾപ്പെടെ തിരിയേണ്ട ഒരു സാഹചര്യം വരും. കാരണം അത് ക്ലോസിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇസ്രായേൽ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഈ ഒരു സീസ് ഫയർ ഡീല് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇരു കൂട്ടരും സഹകരിക്കണം. പക്ഷെ ഫേസ് 2 കടക്കുന്നത് പല കാരണത്താൽ ഇസ്രായേലും ഹമാസും താമസിപ്പിക്കുന്നു മനഃപൂർവ്വം എന്നുള്ളതാണ് എന്റെ വാദം. ശരി.